റുക്സി തച്ചറക്കിൽ നിന്ന് ഒത്തിരി പേര് കേട്ടിട്ടുണ്ടാവും. പക്ഷെ അതെ, ഞങ്ങളൊക്കെ റുക്കി എന്ന് വിളിക്കും. അപ്പൊ അവള് ഈ പറഞ്ഞ പോലെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. അന്ന് തുടങ്ങി റുക്സി ഞങ്ങളെ പോലത്തെ ഈ എന്താണ് ആക്ടേഴ്സിൽ ഒരുപാട് പേര് അവളുടെ വളരെ അടുത്ത ആൾക്കാരാണ് റുക്സിയുടെ. റുക്സി വഴിയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നത്. ഒരുപാട് നാളുകളായി അവളിവിടെ പറയണു ഇവിടെ വരണമെന്ന്. അങ്ങനെ പോയി പക്ഷെ അതല്ല സാധാരണ അങ്ങനെയൊക്കെ വരുമ്പോ മനുഷ്യര് ആകെ തളർന്ന് നമ്മൾ വിധിയെ പഴിച്ച് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ആ തളർന്ന് അല്ലെങ്കിൽ അങ്ങനെ ശരീരവും വച്ചുകൊണ്ട് അങ്ങനെ ഉള്ളവർക്കും മറ്റുള്ള രീതിയിൽ കഷ്ടപ്പെടുന്നവർക്കൊക്കെ വേണ്ടി റുക്സി ജീവിതം അവൾക്ക് വേണ്ടി സമർപ്പിച്ചേക്കാണ്. ദൈവത്തോട് യാതൊരു പരാതിയും പറയാതെ എനിക്ക് ഇങ്ങനെയാണെന്നൊന്നും ഒരു സങ്കടവും ഇല്ലാതെ പക്ഷെ അവളുടെ ഫാമിലി അവർക്ക് ഭയങ്കര സപ്പോർട്ടാട്ടോ. അവൾ എവിടെ എന്തിനു വേണ്ടി പോകണമെന്ന് പറഞ്ഞാൽ അവരുടെ ഫുൾ ഫാമിലി അവൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കും. അവൾ എത്രയോ വർഷങ്ങളായിട്ട് ഇപ്പോൾ അവള് ക്യാൻസർ ബാധിച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. തലശ്ശേരിയിലാണ് അവളുടെ വീട്. പക്ഷെ അവള് ഇവിടെ മറ്റേ നമ്മുടെ രക്ഷയിലേക്ക് വന്ന് എവിടെന്ന് വെച്ചാൽ ഏത് സാഹചര്യത്തിലും. പക്ഷെ അവളുടെ വീട് എന്ന് പറഞ്ഞാൽ അവള് ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു ഫാമിലിയിലെ കുട്ടിയാണ്. പക്ഷെ അവള് വന്ന് താമസിക്കുന്നതൊക്കെ ഏത് സ്ഥലത്ത് ഏത് സാഹചര്യത്തിലും അവള് വന്ന് താമസിക്കും. അവൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ വിളിച്ചപ്പോൾ അവള് ഭയങ്കര പനിയൊക്കെ അടിച്ച് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും അസുഖവും കാര്യങ്ങളും. കാരണം അത്രയും അവള് ഹെൽത്ത് വൈസ് ഭയങ്കര മോശമാണ് അവളുടെ ഹെൽത്ത്. പക്ഷെ അവളുടെ ഒരു മനസ്സിന്റെ ഒരു ഇതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അവള് ആണ് ഞങ്ങളെ എല്ലാവരെയും ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്നത്. നമ്മുടെ കോവിഡ് കാല സമയത്തൊക്കെ ഞങ്ങളൊക്കെ ഒരുപാട് കാശ് സ്വരൂപിച്ചിട്ടാണ് റുക്സിയും ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ഓരോ രക്ഷയിലും ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ ക്യാഷ് അയച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്നും ഇവളുടെയും കരങ്ങളുണ്ട്. അവള് ഒരുപാട് എല്ലാവരോടൊപ്പം ചോദിച്ച് അതെ, അവള് വന്ന് ഫസ്റ്റ് അവളുടെ ഈ ഒരു പ്രവർത്തനം ആരംഭിക്കുന്നത് കൊച്ചി സെഹിയോനി ഇവരുടെ കൂടെയാണ്. അത് വലിയൊരു ഇതാണ്. ദൈവത്തിന്റെ ഒരു എന്താ പറയാ ഒരുപാട് ഇതുണ്ട്. എന്തായാലും ഒത്തിരി ഇത് അവളോടാണ് പ്രത്യേകിച്ച് ഞങ്ങൾ നന്ദി പറയേണ്ടത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം എന്നാലും ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു എന്നുള്ളൂ. ഇവരുടെ ഒരു യൂണിറ്റി, ഇവരുടെ ഒരു കോർപ്പറേഷൻ അല്ലെങ്കിൽ ഇവരുടെ ഒരു സമർപ്പണം, അത് നമ്മളുടെയൊക്കെ മനസ്സിന് ഈ പറഞ്ഞ നമ്മൾ ഈ പറഞ്ഞാൽ നമ്മുടെ കുടുംബം അങ്ങനെ ജീവിക്കുകയാണ് നമ്മൾ. സത്യത്തില് അതിനേക്കാൾ അപ്പുറം ഈ ലോകത്ത് പല കാര്യങ്ങളുണ്ടെന്ന് ദൈവം നമ്മളോട് പറയാതെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ നമുക്കിങ്ങനെ കൈകൂപ്പാനേ കഴിയുള്ളൂ. കാരണം അതിൽ വലിയ മനസ്സാണ്. പക്ഷെ എനിക്ക് എന്റെ ലൈഫിൽ പറയാനുള്ള കാര്യം ഞാനൊക്കെ മന്ത്ലി നമ്മളൊരു ഇത് ചെയ്യുന്ന ഒരു കാര്യങ്ങളുണ്ട്. അങ്ങനെയല്ല, അപ്പോൾ കിട്ടുന്ന അല്ല, ആ ചെറിയൊരു കാര്യത്തിൽ പോലും നമുക്ക് കിട്ടുന്ന സന്തോഷം ഭയങ്കര വലുതാണ്. ഏത് അവർക്കൊരു നമ്മളെ കൊണ്ടൊരു കൈത്താങ്ങാവുക എന്നുള്ളത്. അപ്പൊ പക്ഷെ ഇപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സർപ്പിച്ച് ഈ ഇതിനു വേണ്ടി ചെയ്യുമ്പോൾ നിങ്ങളുടെ ഞാൻ ആലോചിക്കുകയാണ്, നമ്മളൊക്കെ വെറും കാശ് കൊണ്ടാണ് ഏത് നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു ഇത് ചെയ്യാന്നുള്ളതല്ലേ നമ്മൾ മനസ്സും ശരീരം ഇതിൽ അർപ്പിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവരുടെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ അവിടെ ഒതുക്കി എല്ലാം കഴിഞ്ഞ് എത്രയോ വെളുപ്പിന് വരണം അല്ലെ? 3:30 മണിക്കൊക്കെ അതെല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാക്കുന്നു. എല്ലാ ദിവസവും ഇത്രയും ഒരുപാട് പേർക്ക് ഇതിങ്ങനെ അവർ കൊണ്ടു കൊടുക്കാൻ അവരുടെ മുമ്പിലേക്ക് വലിയ കാര്യം. ഒരു നേരത്തെ ഭക്ഷണം ഒരാൾക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ. എന്നെ സംബന്ധിച്ച് ഞാനൊരു കാര്യം പറയുന്നത് വെച്ചാൽ ഈ പള്ളി, അമ്പലം അല്ലെങ്കിൽ മോസ്ക് ആയിക്കോട്ടെ, നമ്മളിവിടെയൊക്കെ പോയി കുർബാനയ്ക്കുള്ള ശയനപ്രദക്ഷിണം നടത്തുക, നിസ്കരിക്കുക, നൊയമ്പെടുക്കുക, ഇതെല്ലാം നല്ലത് തന്നെ. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറമുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ ദൈവത്തിന്റെ കരങ്ങളാവുമ്പോഴാണ്. അല്ലാണ്ട് നമ്മളുടെ കാര്യത്തിനോട് ദൈവത്തിനടുത്ത് പോകുന്നതിനേക്കാളും നമുക്ക് ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കരങ്ങളായി സമൂഹത്തിന് വേണ്ടി വർത്തിക്കുക. അത് നിങ്ങൾക്ക് കിട്ടുന്ന നിർവൃത്തി വലുത് തന്നെ. കാരണം നമുക്ക് മനസ്സും